ഔലിയാക്കളുടെ നേതാവായ ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മദീനയിലേക്ക് ചെന്നത് മദീനയോടുള്ള ഇഷ്ടവും മഹബ്ബത്തുമെല്ലാം പരിപൂർണമായി സമ്മേളിച്ചുകൊണ്ടാണ്. ആ വിശുദ്ധമായ മണ്ണിൽ ചെന്നപ്പോ ഇഷ്ക് കൊണ്ട് മഹബ്ബത്ത് കൊണ്ട് ആ പവിത്രമായ മണ്ണിൽ പലരും തളർന്ന് വീണില്ലേ? സുൽത്താനുൽ ഔലിയാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മണ്ണിൽ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ക് കൊണ്ട് മഹബ്ബത്ത് കൊണ്ട് അവിടുന്ന് മതിമറന്നു പോയില്ലേ? മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധമായ മണ്ണിലെത്തിയപ്പോ സ്വന്തം മതിമറന്നു പോയില്ലേ? ഹബീബായ തങ്ങളിൽ അവിടുത്തെ പ്രേമഭാജനത്തിന്റെ മുന്നിലെത്തിയപ്പോ എല്ലാ ബോധങ്ങളും അവിടുന്ന് മറഞ്ഞു പോയില്ലേ? മഹാനായ ആശിഖുർ റസൂൽ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്റെ പ്രേമഭാജനത്തിന്റെ മുന്നിലേക്ക് എത്തിയപ്പോ അവിടുത്തെ സ്വഭാവം നഷ്ടപ്പെട്ടു പോയില്ലേ? പ്രേമഭാജനത്തെ മുന്നിൽ കണ്ടാൽ കാണേണ്ടതുപോലെ കണ്ടാൽ പോകേണ്ടതുപോലെ പോയാൽ എത്തേണ്ടതുപോലെ എത്തിയാൽ അവരതാ തളർന്ന് വീഴുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രേമഭാജനമാകുന്ന ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ സ്വബോധം അതേ മറന്നുപോയി. അവിടുന്ന് ബോധം കെട്ട് വീഴുകയാണ്. അവിടുന്ന് ബോധം കെട്ട് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ് ഹബീബായ തങ്ങളുടെ മുന്നിലെത്തിയപ്പോ വിനയാന്വിതനായി ഞാൻ ആരെ മുന്നിലാണ് നിൽക്കുന്നത്? സുബ്ഹാനല്ലാഹ് ഔലിയാക്കൾ അത് കാണുന്നുണ്ട്, ഔലിയാക്കൾ അറിയുന്നുണ്ട്, ഔലിയാക്കൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നെ ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്, അതവര് കാണുന്നുണ്ട്, അതവര് അറിയുന്നുണ്ട്, അതവര് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മുത്തായ തങ്ങളുടെ മുന്നിലെത്തുമ്പോ ഒരു ചുമരിന്റെ അപ്പുറത്ത് എന്റെ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. അതവരുടെ കണ്ണുകൊണ്ട് കാണുമ്പോ നമ്മുടെ കണ്ണ് പോലെയല്ലല്ലോ അവരുടെ കണ്ണ്. കാണേണ്ടതുപോലെ കണ്ടാൽ ആരും ബോധം കെട്ട് വീണു പോകുമല്ലോ. സുബ്ഹാനല്ലാഹ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ കണ്ടപ്പോ അവിടുത്തെ സ്വബോധം നഷ്ടപ്പെട്ടു പോയില്ലേ? കാണേണ്ടതുപോലെ കണ്ടാൽ ആ പ്രകാശത്തിലേക്ക് നോക്കി നിൽക്കാൻ ഒരു സാധാരണ കണ്ണുകൊണ്ട് സാധ്യമല്ല. അത്രമാത്രം സൗന്ദര്യത്തിന്റെ പ്രകാശത്തിന്റെ കത്തിജ്വലിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ ഒരു സാധാരണ കണ്ണുകൊണ്ട് ആ നൂറിനെ കാണാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുകയും അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളിൽ ലയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അത് യാഥാർത്ഥ്യമാവുകയാണ്. ആ നൂറിലങ്ങ് ലയിച്ചപ്പോൾ വിലായത്തിന്റെ ഉന്നതമായ അധികാരങ്ങളിലേക്ക് ശൈഖുന എത്തുകയാണ്.
അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ ഇഷ്ക് വെച്ചാൽ, ഒരാൾ മഹബ്ബത്ത് വെച്ചാൽ, ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന വലിയ പാഠം, ഇഷ്ക് വെക്കേണ്ടതുപോലെ ഇഷ്ക് വെച്ചാൽ വലിയ ഉന്നതമായ മേഖലകളിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ശൈഖുനയുടെ ജീവിതത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും ആ മഹബ്ബത്തിന്റെ ലോകത്തോട് സഞ്ചരിക്കുവാനും ഇതെല്ലാം ഒരു നിമിത്തമായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.